പഠിക്കണം, നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കണം, അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. ഇന്ന് പഠിച്ചു നാളെ പഠിച്ചു പിന്നെ പഠിക്കുന്നില്ല, അതല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഏതുവരെ? നമ്മൾ ലക്ഷ്യത്തിൽ എത്തും വരെ. ഫീലിംഗ് പുച്ഛം അല്ലേ? എപ്പോഴൊക്കെ കേട്ടതാ, ആരൊക്കെ പറഞ്ഞതാ, നമ്മളോട് ഇതാരൊക്കെ പറയുന്നതാ, എന്നിട്ടോ ഈ ചെവിയിലൂടെ കേട്ടു ആ ചെവിയിലൂടെ വിടുന്നു. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ജോലി വേണം എന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ട് അവരൊക്കെ പറയുമ്പം ശരിയാണ്, പഠിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പഠിക്കും 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 എന്ന് വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ തുടങ്ങും. ഇന്ന് പഠിച്ചു നാളെ പഠിച്ചു മറ്റന്നാളില്ല, അതിൻ്റെ പിറ്റേന്ന് പിന്നെയും ലോസായി, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, റീസ്റ്റാർട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. പഠിക്കാൻ പറ്റാത്ത ലക്ഷ്യം ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ പോയി നോക്ക്. എച്ചിൽ പാത്രങ്ങൾ കഴുകിയും അവിടുത്തെ കരി പുരണ്ട ജീവിതമായ നിങ്ങളുടെ അമ്മ ആർക്ക് വേണ്ടിയാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതും അത്രയും ബുദ്ധിമുട്ടതും? നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ അച്ഛനെ നോക്ക്, അധ്വാനിച്ച് ശരീരം ഉണങ്ങി രാത്രിയിൽ ഒരു സഞ്ചിയായിട്ട് കയറി വരുന്ന അച്ഛൻ. ഇവർക്കൊക്കെ നിങ്ങളിലുള്ള പ്രതീക്ഷ ഒരിക്കലും പറ്റത്തില്ല, ഈ 2 ജന്മങ്ങൾക്ക് മാത്രം. വേറെ എല്ലാവരും പറയും അവന് എന്തിനു കൊള്ളാം, അവനെ കൊണ്ട് ഇതൊന്നും നടക്കൂല, 5 പൈസയ്ക്ക് വകയുണ്ടാവും അവന്. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ 2 ജന്മങ്ങളുണ്ടല്ലോ, അച്ഛനും അമ്മയും, അവരുടെ മനസ്സിൽ എപ്പോഴും എൻ്റെ മോൻ എന്തെങ്കിലും ഒന്ന് നന്നോ, എൻ്റെ മോള് എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടും, ഈ ഒരു ചിന്തയായി നിൽക്കുക മാത്രം. ഇവർ മാത്രമേ ഉള്ളൂടാ, സത്യ ഇവർ മാത്രമേ ഉള്ളൂടാ. അവരുടെ കണ്ണുകളിലേക്ക് നോക്ക്. അത്രയും കാലം അവർ അധ്വാനിച്ചിട്ടുള്ള വിഷമതകൾ ആ കണ്ണിൽ വെള്ളമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? ആ കണ്ണുകളൊന്ന് മനസ്സിൽ ഓർത്താൽ മതില്ല. ഇരുന്ന് പഠിക്കാനുള്ള ഊർജ്ജത്തിന് വേറെ ഒരു മോട്ടിവേഷൻ നമുക്ക് വേണ്ട. ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ക്ലാസ്സും നമ്മൾ കേൾക്കണ്ട. ജസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് സ്ക്രോൾ ചെയ്ത് സമയം കളയാൻ നോക്കണ്ട, ഇരുന്നോ പഠിച്ചോ.